ശുദ്ധാക്ഷരങ്ങളിലേക്ക് പ്രിയപ്പെട്ടവരെ വീണ്ടും സ്വാഗതം. ഒരു ഭിക്ഷക്കാരനുണ്ടായിരുന്നത്രേ തെരുവോരത്ത്. വർഷങ്ങളായി ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തിയിട്ടും അയാൾ ഭിക്ഷ അയച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഇരന്നിരന്ന് കിട്ടുന്നത് കൊണ്ട് കഷ്ടിച്ച് അയാൾ കഴിഞ്ഞുകൂടുന്നു. അങ്ങനെ ഇരന്നും വീണ്ടും കൈനീട്ടിയും അയാൾ ജീവിച്ച് പിന്നെ ഒരിക്കൽ ആരും അറിയാതെ അങ്ങ് മരിച്ചു. മൃതദേഹം നീക്കം ചെയ്യുവാൻ വേണ്ടി കുറച്ച് ആളുകൾ വന്നു. അദ്ദേഹം ഇരുന്ന ആ ചെറിയൊരു പാറക്കല്ല് പോലുള്ള സ്ഥലം, ആ പാറക്കല്ലും എടുത്ത് നീക്കിക്കഴിഞ്ഞപ്പോൾ അമ്പരപ്പിക്കുന്നൊരു കാഴ്ചയാണ്. അയാൾ ഇരുന്നിരുന്നിടത്ത് വലിയൊരു നിധിശേഖരമാണ്. ഈ നിധിക്ക് മുകളിൽ ഒന്നും അറിയാതെ ഇരുന്ന് പാവം മനുഷ്യൻ മരിക്കും വരെ ഭിക്ഷയാചിക്കുകയായിരുന്നു. ഇത് എൻ്റെ നിങ്ങളുടെയൊക്കെ ചിത്രമാണ്. ആമുഖമായി ഇത് ഞാൻ പറഞ്ഞത് അകത്തെ നിധി കാട്ടിത്തരുന്നൊരു പുസ്തകം കൈ പിടിച്ചുകൊണ്ടാണ്. ഓർത്തോപതി എന്ത്, എന്തിന്, എങ്ങനെ എഴുതിയിരിക്കുന്നത് ഡോക്ടർ PA രാധാകൃഷ്ണൻ. ഗാന്ധിജിയുടെ ഒരു വാചകമുണ്ട്. ഗാന്ധി പറഞ്ഞു, ഓരോരുത്തരും അവരവരുടെ ഡോക്ടറായി മാറണം. അദ്ദേഹം പറയുന്നുണ്ട്, ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ തന്നെ മൃഗങ്ങളൊക്കെ പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഔഷധങ്ങളും വയറ്റാട്ടികളെയും ഡോക്ടർമാരെയും തേടി പോകുന്നില്ല. മറിച്ച് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് അമ്മയുടെ ഉദരത്തിൽ നിന്നും കുഞ്ഞിനെ കൈമാറുന്നു. ആ കുഞ്ഞ് പ്രകൃതിയുടെ എല്ലാ ലാളനങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിച്ചോളും. അപ്പോൾ അവിടെ പോലും ഡോക്ടർമാരുടെ സഹായം ആവശ്യമില്ല. ഇത് അദ്ദേഹം പറഞ്ഞത് കസ്തൂർബായോടാണ്. കസ്തൂർബ ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് ആദ്യത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ പോകുമ്പോൾ ഡോക്ടർമാരെ വേണ്ട എന്ന് ഒരു തീരുമാനം ഇദ്ദേഹം എടുത്തപ്പോൾ കസ്തൂർബ ഞെട്ടിക്കാണണം. അദ്ദേഹം പറഞ്ഞതാണ്, ജന്തുജീവജാലങ്ങളൊന്നും ഡോക്ടർമാരുടെ സേവനം ഇക്കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല. ഡോക്ടറുടെ സേവനമില്ലാതെ തന്നെ ആദ്യത്തെ കുഞ്ഞ് പ്രകൃതിയുടെ മടിത്തട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ സത്യത്തിൽ രോഗം ഇല്ലാതാക്കി ശരീരത്തെ നിലനിർത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് ഔഷധങ്ങളും ഒരുപാട് വിഷഗ്വരന്മാരും വേണ്ട. ഇത് പറയുന്ന ഓർത്തോപതിയെക്കുറിച്ചുള്ള പുസ്തകമാണ് ഇത്. അതായത് മനുഷ്യർ പ്രകൃതിയോട് സഹകരിക്കണം. മനുഷ്യർ നേച്ചറിലേക്ക് മടക്കയാത്ര നടത്തണം. ഈ ഓർത്തോപതിയുടെ ഉപജ്ഞാതാവായിട്ടുള്ള ഡോക്ടർ ഐസക് ജെന്നിങ്സ് പറയുന്നുണ്ട്, ഇഫ് യു നോ ദ ആർട്ട് ഓഫ് ലിവിങ് പ്രോപ്പർലി, ദ റൈറ്റ് ലിവിങ്, then the physicians may go back to some farm or some other places to work. കാരണം ആർട്ട് ഓഫ് റൈറ്റ് ലിവിങ് ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ ആവശ്യമൊന്നുമില്ല എന്ന് അദ്ദേഹം അസന്ദിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. ഇതിനോട് എതിർപ്പുള്ളവരുണ്ടാകാം. ഇനി ഈ പുസ്തകത്തിലെ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ ഇതെൻ്റെ ആശയങ്ങളാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. നല്ല ആശയമായിട്ട് തോന്നുന്നുണ്ട് ഈ ഓർത്തോപതി നൽകുന്ന ആശയങ്ങൾ. ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവായി അംഗീകരിക്കപ്പെടുക ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണല്ലോ ഇന്ന് വൈദ്യപഠനം പൂർത്തിയാക്കുന്നവർ ഒരു ഓത്ത് നടത്തുന്നത്. ഇദ്ദേഹം പക്ഷേ പറഞ്ഞൊരു വാചകമുണ്ട്, നിൻ്റെ ഭക്ഷണമാണ് നിൻ്റെ ഔഷധം, വേറെ ഔഷധങ്ങളൊന്നും നീ ഉപയോഗിച്ചുകൂടാ എന്ന്. അപ്പോൾ ഈ സുന്ദരമായ വാചകത്തെ ആസ്പദമാക്കി തന്നെയാണ് ഐസക് ജെന്നിങ്സ് ഈ ഓർത്തോപതി വളർത്തിയെടുക്കുക. ഓർത്തോ എന്ന് വെച്ചാൽ സ്ട്രെയിറ്റ്, ശരി എന്നർത്ഥം. അപ്പോൾ ശരിയായ വഴിയിലേക്ക് ഒരു സൂചകം നൽകുകയാണ് ഐസക് ജെന്നിങ്സ് നൽകുക. അത് അദ്ദേഹം പ്രിമിറ്റീവ് വേസിനെ കുറിച്ച് പറയുന്നു. അതായത് മനുഷ്യ ശരീരത്തിൽ അസുഖമുണ്ടാകുമ്പോൾ അസുഖം ഭേദമാക്കുവാൻ വേണ്ടി പെടാപ്പാട് പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ശരിയല്ലാത്തതുകളും ശരിയില്ലായ്മകളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. അതായത് പല ജന്തുജീവജാലങ്ങളുടെയും വിസർജ്യങ്ങളും മറ്റും ശരീരത്തിലേക്ക് കടത്തിവിടുക, അല്ലെങ്കിൽ ശരീരം പഴുപ്പിക്കുക, ചോര ഒലിപ്പിച്ച് കളയുക, വായു അല്പം പോലും കടക്കാത്ത കുടുസുമുറികളിൽ കെട്ടിയിടുക, ഇനി വെള്ളം പോലും കൊടുക്കാതിരിക്കുക. ജോർജ് വാഷിങ്ടൺ അദ്ദേഹത്തിൻ്റെ അന്ത്യസമയത്ത് വെള്ളം പോലും കുടിക്കാതെ ദാഹിച്ച് പൊരിഞ്ഞ് മരിച്ചു എന്നാണ് പറയുക. ജോർജ് വാഷിങ്ടണ് ഇങ്ങനെ സംഭവിച്ചുവെങ്കിൽ സാധാരണ മനുഷ്യരുടെ കാര്യം പറയാൻ വയ്യല്ലോ.
അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിലിരുന്നു കൊണ്ട് ഇദ്ദേഹം പറയുക, മരുന്നില്ലാതെ രോഗശമനം നടത്തുവാൻ സാധിക്കും. നോ മെഡിസിൻ, നോ ഫുഡ്, ഫ്രഷ് എയർ, കംപ്ലീറ്റ് റെസ്റ്റ്. ഇത്രയുണ്ടെങ്കിൽ ഒരാൾക്ക് രോഗശമനം വരും. ഈ ചിന്ത തന്നെയാണ് ഓർത്തോപ്പതിയുടെ അടിസ്ഥാനമായി മാറുക. ഇദ്ദേഹം ഒരു രോഗിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മരുന്നിന് കുറിപ്പ് കൊടുത്തപ്പോൾ അയാളുടെ കയ്യിൽ പണമില്ലാത്തതുകൊണ്ട് അയാൾ പറഞ്ഞു, ഈ മരുന്ന് എനിക്കിപ്പോൾ വേണ്ട. അതിനുശേഷം തിരികെ ഈ ഡോക്ടറെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ്? ഈ മനുഷ്യൻ സുഖപ്പെട്ടിരിക്കുകയാണ്. അത്ഭുതം തോന്നി. എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പുറത്താണ് കിടന്നത്, അതായത് കുടിസുമുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. പിന്നെ ഭക്ഷണം ഞാൻ കഴിച്ചില്ല. നല്ല സ്വച്ഛതയോടുകൂടി ഞാൻ പുറത്തുള്ള ഈ ശ്വാസമൊക്കെ അകത്തേക്ക് ഇങ്ങനെ ആവാഹിച്ചെടുത്തു. അങ്ങനെ കിടന്നു. സൂര്യപ്രകാശം ഏറ്റുവാങ്ങി. പിന്നെ ശുദ്ധജലം കുടിച്ചു. അത് ഞാൻ സുഖപ്പെട്ടു. ഇയാൾക്കൊരു പുതിയ ഐഡിയ കിട്ടുകയാണ്. ശുദ്ധജലം, ശുദ്ധവായു, പിന്നെ ശരീരത്തിനും മനസ്സിനും വിശ്രമം, ഭക്ഷണത്തിൽ നിന്ന് താൽക്കാലികമായ വിടവാങ്ങൽ. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരാൾക്ക് അരോഗ അവസ്ഥയിലേക്ക് വരാൻ സാധിക്കും. ടൈഫോയിഡ് ബാധിച്ച ഒരു സ്ത്രീയെ ഈ ഡോക്ടർ ശുശ്രൂഷിക്കുകയാണ്. അപ്പോൾ ടൈഫോയിഡ് ബാധിച്ച ഈ സ്ത്രീക്ക് ഏതൊക്കെ മരുന്നുകൾ മാറി മാറി കൊടുത്തിട്ടും അവരുടെ രോഗമൊന്നും മാറുന്നില്ല. അവസാനം മനസ്സ് മടുത്ത ഇദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ചെറിയ കുപ്പികളിലുണ്ടായിരുന്ന ഔഷധമെല്ലാം ഒഴിച്ചു കളഞ്ഞു. എന്നിട്ട് വെറും പച്ചവെള്ളം നിറച്ചു. പച്ചവെള്ളം നിറച്ചിട്ട് നേഴ്സിനോട് പറഞ്ഞു, ഈ പച്ചവെള്ളം ഇതൊരു മരുന്നായിട്ട് അദ്ദേഹം ചിത്രീകരിച്ചാണ് കൊടുത്തത്. ഈ ചെറിയ കുപ്പിയിലെ മരുന്ന് 4-5 തുള്ളി മാത്രം ശുദ്ധജലത്തിൽ കലർത്തി കൊടുക്കുക. സത്യത്തിൽ അതും വെള്ളം ഇതും വെള്ളം. നേഴ്സ് വലിയ വിശ്വാസത്തോടു കൂടി ഈ 4-5 തുള്ളി ശുദ്ധജലത്തിൽ കലർത്തി ഇവർക്ക് കൊടുക്കുന്നു. ടൈഫോയിഡ് വന്ന ആൾക്ക് ഇപ്പോൾ മാറാവ്യാധി പോലെയായിരുന്നു. അത് മാറി, അവർ സുഖം പ്രാപിച്ചു. ഇദ്ദേഹത്തിന് പുതിയൊരു സൂര്യോദയമാണ്. ഇങ്ങനെ ചെയ്താൽ ഒരാൾക്ക് പെട്ടെന്ന് സൗഖ്യമുണ്ടാകുമെന്ന് അയാൾ മനസ്സിലാക്കി. ആദ്യമൊക്കെ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ടാബ്ലറ്റ് എന്ന മട്ടിൽ ഈ ചെറിയ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചെറിയ ടാബ്ലറ്റുകളൊക്കെ വെറുതെ കൊടുക്കുകയായിരുന്നു. അതിനകത്ത് യാതൊരു ഔഷധ പ്രയോഗങ്ങളും നടത്തിയിരുന്നില്ല. ആളുകളുടെ മനസ്സിലാണ് രോഗശമനം ഉണ്ടാകുന്നതെന്നും ശരീരമാണ് പ്രതികരിക്കുന്നതെന്നുള്ള വലിയൊരു വസ്തുത അദ്ദേഹം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാതെ തന്നെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് ഓർത്തോപ്പതി തുടങ്ങി വെക്കപ്പെടുക. ഇപ്പോൾ ശരീരം എപ്പോഴും സ്വയം നന്നാക്കുന്ന ഒരു യന്ത്രമാണ്. കോടാനുകോടി കലകളും കോശങ്ങളൊക്കെ ഉള്ള ഈ ശരീരം എപ്പോഴും സ്വയം നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ശരീരത്തിൽ അസുഖം വരിക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അസുഖം വരിക എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമില്ലാത്ത എന്തോ ശരീരത്തിൻ്റെ വ്യൂഹത്തിലേക്ക് വന്നു പെട്ടിട്ടുണ്ട്. ഇങ്ങനെ വന്നു പെട്ടിട്ടുള്ളതിനെ പുറത്താക്കി കളയണം. പുറത്താക്കി കളയുവാൻ ശരീരത്തിൻ്റെതായ രീതികളുണ്ട്. ഫോർ എക്സാമ്പിൾ, പനി വരുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ അകത്ത് കെട്ടിക്കിടന്ന് വിഷമയമായി മാറിയിട്ടുള്ള വിഷമൊക്കെ പുറത്തേക്ക് പോവുകയാണ്. അങ്ങനെ പുറത്തേക്ക് പോകുന്നത് മൂലം ശരീരം നന്നായിട്ട് ചൂട് കൊണ്ട് പിന്നെ വേർത്തൊഴിച്ച് അങ്ങനെ സംഭവിക്കും. അലോപ്പതി എന്താ ചെയ്യുന്നത്? ഈ ചൂട് പിടിച്ച ശരീരത്തെ ആ ചൂടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി അകത്ത് കിടക്കുന്ന വിഷത്തെ കുറച്ചും കൂടി അമർത്തി വെക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട സാധനത്തെ അകത്തേക്ക് അമർത്തി വെക്കുമ്പോൾ നിങ്ങൾ വിഷം കുത്തി നിറച്ച ഏതോ ഒരു കുപ്പി പോലെയായി മാറുന്നു. ഇതാണ് ഓർത്തോപ്പതി നമ്മെ ഓർമ്മപ്പെടുത്തുക. അതുകൊണ്ട് വിഷം പുറത്തേക്ക് പോകാനായിട്ട് നൈസർഗികമായ വിധത്തിൽ പ്രതികരിച്ച് ശരീരത്തിന് വിശ്രമവും കൊടുക്കുക. ഇനി വീണ്ടും നിങ്ങൾക്ക് പനി വരികയാണെന്ന് വിചാരിക്കുക. പെട്ടെന്ന് നിങ്ങൾക്ക് കയ്പ്പ് രസം നിങ്ങളുടെ അധരങ്ങളിലൊക്കെ വന്ന് നിറയും. നിങ്ങളുടെ ഡൈജസ്റ്റീവ് പ്രോസസ്സ് നിൽക്കും. നിങ്ങൾക്കിപ്പോൾ വിശപ്പില്ല. നിങ്ങളുടെ ദഹനേന്ദ്രിയ പ്രക്രിയയൊക്കെ നിന്നതുകൊണ്ട് വിശപ്പില്ല. അപ്പോൾ അത് പ്രകൃതി നൽകുന്ന പാഠം എന്താണ്? കയ്പ്പ് രസം വരുന്നതിൻ്റെ അർത്ഥം നിങ്ങളിനി ഭക്ഷണം കഴിക്കല്ലേ. ഈ മധുരരസമോ നിങ്ങൾക്ക് ആകർഷകമായ രസമോ നിങ്ങളുടെ നാവിൽ വന്ന് ചേരുമ്പോഴാണല്ലോ കഴിക്കാനുള്ള പ്രേരണ വരിക. ഇപ്പോൾ കയ്പ്പ് രസം കൊണ്ടൊരു പ്രിവെൻറ്റീവ് മെത്തേഡ് ഉണ്ടാക്കി കഴിക്കല്ലേ എന്നാണ് പറയുന്നത്.
അതുപോലെ തന്നെ ദഹനേന്ദ്രിയം പ്രവർത്തിക്കുന്നില്ല ഇപ്പോൾ. അപ്പോൾ അത് കാണിക്കുന്നത് നിങ്ങൾ ശരീരത്തിലേക്ക് ഒന്നും കൊണ്ട് ഇടല്ലേ, കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് പ്ലേസ് ആയിട്ടുള്ള എന്തും ഡേർട്ടാണ്, അസ്ഥാനത്തുള്ള എല്ലാം അഴുക്കാണ്. ഇപ്പോൾ അഴുക്ക് പോലെയാണ് ഭക്ഷണം നിങ്ങൾ അകത്തേക്ക് ഇടുക. അത് ചെയ്യില്ലേ എന്നാണ് ശരീരം പറയുന്നത്. പക്ഷെ നമ്മൾ അതിബുദ്ധിയുള്ള വിഡ്ഢികളായതുകൊണ്ട് നിർബന്ധപൂർവ്വം നമ്മൾ ഭക്ഷണം കഴിക്കും. നിർബന്ധപൂർവ്വം ഭക്ഷണം കഴിച്ചതിന് ശേഷം ആ ഭക്ഷണത്തിൻ്റെ ബലത്തിൽ കുറേ മെഡിസിൻ എടുത്തിടും. അങ്ങനെ വരുമ്പോൾ അകത്ത് നിന്നും പുറത്തേക്ക് പോകേണ്ടതെല്ലാം അകത്ത് തന്നെ കെട്ടിക്കിടക്കും. കെട്ടിക്കിടക്കുന്നത് കെട്ടതായി മാറും. കെട്ടത് നമ്മെ തന്നെ കെടുത്തിക്കളയുകയും ചെയ്യും. ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുക. അപ്പോൾ ശരീരം സ്വയം നന്നാകാത്ത നമ്മൾ തയ്യാറില്ല എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന ഒരവസ്ഥയിൽ ഓർത്തോപ്പതി സജസ്റ്റ് ചെയ്യുന്നതാണ്, ഒന്നാമത്തെ കാര്യം ശുദ്ധവായുവിൽ ശുദ്ധ സൂര്യപ്രകാശമേറ്റ് കിടക്കാൻ സാധിക്കണം. വിൻസെൻ്റ് പ്രിനിറ്റ്സ് എന്ന് പറയുന്ന പഴയ കാലത്തെ ഒരു വലിയ ഭിഷഗ്വരൻ, അദ്ദേഹം ഒരു കാഴ്ച ഒരിക്കൽ കണ്ടു. കണ്ട കാഴ്ച ഇതാണ്: ഒരു കലമാൻ്റെ കാലിൽ മുറിവുണ്ടായിട്ടുണ്ട്. മുറിവുള്ള കലമാൻ അരുവിയുടെ അടുത്ത് വന്നിട്ട് ഈ മുറിവുള്ള കാല് വെള്ളത്തിൽ മുക്കി വെക്കും, എന്നിട്ട് വെള്ളം കുടിക്കും, പിന്നെ മടങ്ങിപ്പോവും. അടുത്ത ദിവസം ഇങ്ങനെ തന്നെ വരും, വെള്ളം കുടിക്കും, വെള്ളത്തിൽ കാല് മുക്കി വെക്കും, പിന്നെ മടങ്ങിപ്പോവും. കുറേ കഴിഞ്ഞപ്പോൾ മുറിവുണങ്ങി. അദ്ദേഹം മനസ്സിലാക്കി ശുദ്ധജലത്തിന് വലിയ ശക്തിയുണ്ട്. ശുദ്ധജലം, ശുദ്ധവായു, സൂര്യപ്രകാശം ഇതെല്ലാം കൂടി ചേർന്ന് കഴിയുമ്പോൾ ഒരാൾക്ക് സൗഖ്യം താനെ വന്നു ചേരുകയാണ്. ഇനി പ്രകാശത്തെക്കുറിച്ച് വിശാലമായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതായത് പ്രകാശം ഏറ്റ് ജീവിക്കുന്ന ആളുകൾക്ക് പ്രതികരണശേഷി വളരെ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾക്ക് അറേബ്യൻ കൺട്രീസിലേക്ക് വരാം. അറബികൾ കരുത്തുറ്റവരായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ അസ്ഥികൾ ദ്രവിച്ചു പോകുന്ന രോഗം വളരെ കോമൺ ആയി കഴിഞ്ഞു. കാരണം മരുഭൂമിയിൽ സൂര്യപ്രകാശത്തിൽ കരുത്ത് നേടിയ അവരിപ്പോൾ ശീതീകരണ യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി തണുപ്പിലിങ്ങനെ ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അസ്ഥികൾ പെട്ടെന്ന് ദ്രവിച്ചു പോകുന്ന ഒരു തരം രോഗം അവർക്കുണ്ടാകുന്നുണ്ട്. ഇനി ഗ്രന്ഥകാരൻ എഴുതുന്നു, സൂര്യപ്രകാശവും ശുദ്ധവായുവും മനുഷ്യജീവന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. ധാരാളം സൂര്യപ്രകാശം കിട്ടുന്ന പ്രദേശത്താണ് ജീവജാലങ്ങൾ സമൃദ്ധമായി വളരുന്നത്. കൂട്ടിൽ കെട്ടിയിട്ട് തീറ്റ കൊടുത്ത് വളർത്തുന്ന കന്നുകാലികളിൽ മറ്റ് കന്നുകാലികളെ അപേക്ഷിച്ച് ക്ഷയരോഗം കൂടുതലായി കണ്ടുവരുന്നു. സൂര്യപ്രകാശം സമൃദ്ധമല്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരിൽ ശ്രവണശക്തിയും കാഴ്ചശക്തിയും കുറവാണ്. ക്രൈറ്റിനിസം എന്ന ബുദ്ധിമന്ദതയും കണ്ടുവരുന്നു. സസ്യങ്ങൾ സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് വളരുന്നു. കാടുകളിൽ സസ്യങ്ങൾ സൂര്യപ്രകാശത്തിനായി മത്സരിച്ച് ഉയർന്നു പോകുന്നു. സൂര്യപ്രകാശം ആവശ്യമായ ജീവജാലങ്ങളൊക്കെ അത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഭൂഗോളത്തിൻ്റെ ആകെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ ജീവൻ്റെ തിമിർപ്പ് വളരെ കൂടുതൽ കാണാൻ കഴിയുക ഉഷ്ണമേഖലാ പ്രദേശത്തായിരിക്കും. ഇതാണ് അറിഞ്ഞിരിക്കേണ്ട വലിയ പാഠം. അപ്പോൾ ഇങ്ങനെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് പ്രതിയോട് നിഷേധാത്മകമായി പ്രതികരിക്കാതെ ജീവിക്കുമ്പോൾ തന്നെ ഒരാളിൽ പെട്ടെന്ന് അത്ഭുതകരമായ മാറ്റം വരികയാണ്. വീണ്ടും വിശ്രമവും ആവശ്യമുണ്ട്. വിശ്രമം എന്ന് പറയുമ്പോഴത്തേക്കും അതും വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ടത്. ചലനം, നിശ്ചലനം, ചലനം, ഇതാണ് പ്രകൃതിയുടെ താളം എന്ന് പറയുന്നത്. നീഷ പറഞ്ഞിട്ടുണ്ട്, ഉറങ്ങുക എന്നത് നിസ്സാരമായ കാര്യമൊന്നുമല്ല. പകൽ മുഴുവൻ അതിനായി ഉണർന്നിരിക്കേണ്ടത് ആവശ്യമാണ്, എന്നാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ വിശ്രമം രോഗശമനം നൽകുന്നതെന്നാണ് ഓർത്തോപ്പതിയിലെ ഒരു വലിയ പാഠം. ശരീരത്തിനൊരു താളമുണ്ട്, അത് വിശ്രമവും ശ്രമവുമാണ്. അപ്പോൾ നിങ്ങൾ ശ്രമം മാത്രം കൊണ്ട് ജീവിതത്തിൽ നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരകലകൾക്ക്, ശരീരകോശങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഹൃദയം പോലും പ്രവർത്തിക്കാൻ നോക്കുക. ഹൃദയം പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ വിശ്രമിക്കുന്നുണ്ട് എന്നൊരു ശാസ്ത്രീയ തത്വം എപ്പോഴെങ്കിലും നിങ്ങളുടെ കണ്ണിൽ പെട്ടിട്ടുണ്ടോ? അതായത് ഹൃദയം പ്രവർത്തിക്കുന്നത് 0.32 സെക്കൻഡാണ്. അതോടനുബന്ധിച്ച് ഹൃദയം വിശ്രമിക്കുന്നത് 0.48 സെക്കൻഡാണ്. അപ്പോൾ വിശ്രമമാണ് ഹൃദയം കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഇനി രാപ്പകലില്ലാതെ പ്രവർത്തിക്കുന്ന വൃക്കകൾ, അവയിൽ നെഫ്രോൺസ് എന്ന് പറയുന്ന ഒരു അരിപ്പയുണ്ട്. ഈ അരിപ്പകൾ കുറച്ച് പ്രവർത്തിക്കുമ്പോൾ മറ്റ് ചിലവ നിശബ്ദമായി പ്രവർത്തിക്കാതിരിക്കും. അങ്ങനെ മാറി മാറിയാണ് ഇവ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവയ്ക്ക് ശ്രമവും വിശ്രമവും ഉണ്ട്. അപ്പോൾ ഇരുട്ടത്ത് നമുക്ക് കണ്ണ് കാണാൻ പാടില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇരുട്ടത്ത് കണ്ണടച്ചുറങ്ങാനാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്.
ഇരുട്ടത്ത് കണ്ണടച്ച് ഉറങ്ങുന്നതിന് പകരം പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കരുതേ എന്നാണ് ശരീരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാൾ രാത്രിയിൽ പ്രവർത്തിക്കുകയല്ല ഉറങ്ങുകയാണ് കൂടുതലായി ചെയ്യേണ്ടത് എന്നാണ് ശരീരശാസ്ത്രം പറഞ്ഞു തരുന്ന ഒരു വലിയ തത്വം. അപ്പോൾ വിശ്രമം ആവശ്യമുണ്ട്. രാത്രിയിൽ വിശ്രമിക്കുമ്പോഴാണ് ഈ പകലിൻ്റെ എല്ലാ കേടുപാടുകളും ശരീരത്തിൽ നിന്നും മാറ്റം ചെയ്യപ്പെടുക. അപ്പോൾ അതുകൊണ്ടാണ് വിശ്രമം വേണമെന്ന് പറയുന്നത്. ഈ വിശ്രമത്തോടൊപ്പം തന്നെ ഉപവാസവും പ്രകൃതി തന്നെ മനുഷ്യ ശരീരത്തോട് ചേർത്ത് നിർത്തുന്നുണ്ട് എന്നാണ് പറയുക. ഫാസ്റ്റിംഗ് ക്യാൻ സേവ് യുവർ ലൈഫ്. കാരണം ഭക്ഷണത്തിൽ തെറ്റായ കുറേ സങ്കലനങ്ങളുണ്ട്. ആ ചേരുവകളൊക്കെ കൂടി ചേർന്ന് വിഷസങ്കലനത്തിന്, പോയിസണിങ്ങിന് കാരണമായി മാറുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പോയിസൺ പുറത്ത് കളയുന്നതിന് വേണ്ടി ഉപവാസം വേണം. ഫോർ എക്സാമ്പിൾ ഫെർമെൻറ്റേഷൻ, ഈ പുളിച്ച് തികട്ടൽ. സാധാരണഗതിയിൽ ഒരാൾക്കും പുളിച്ച് തികട്ടൽ ഉണ്ടാകാൻ പാടില്ല. അത് കൃത്യതയില്ലാതെ പരസ്പരം ചേരാത്ത ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ചേർന്ന് വിഷമായി മാറിയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇങ്ങനെ വിഷമയമായ ഒരുപാട് ഘടകങ്ങൾ അകത്ത് കെട്ടിക്കിടക്കുന്നത് കൊണ്ട് ഇടയ്ക്കൊരു ജനറൽ ക്ലീനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഉപവാസം എടുക്കണം. ആ സമയത്ത് കഴിക്കാവുന്നത് ശുദ്ധജലം മാത്രമാണ്. അങ്ങനെ ശുദ്ധജലം കഴിച്ച് ശരീരത്തെ ഒന്ന് ക്ലീനാക്കി കഴിയുമ്പോൾ ടോക്സീമിയ എന്ന് പറയുന്ന വിഷമയമായ ഒരവസ്ഥയിൽ നിന്ന് നമുക്ക് മാറ്റം കിട്ടും. അല്ലെങ്കിൽ ശരീരത്തിനൊരു ടോളറൻസ് ലെവൽ വരും. അതായത് ഏത് അഴുക്ക് വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അധികം രോഗലക്ഷണങ്ങൾ കാട്ടാതെ ശരീരം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ടോളറൻസിൻ്റെ അവസ്ഥ നല്ല അവസ്ഥയൊന്നുമല്ല, വളരെ മോശമായ അവസ്ഥയാണ്. കാരണം ഒരാളുടെ പ്രതിരോധ ശക്തി വളരെ കുറഞ്ഞു. അത് ടോളറേറ്റ് ചെയ്യുകയാണ്. എല്ലാം ബെയർ ചെയ്ത് ടോളറേറ്റ് ചെയ്ത് വെറുതെ ഒരു വണ്ടി ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പാഞ്ഞു പോകുന്ന വണ്ടി പെട്ടെന്നങ്ങ് തേഞ്ഞ് പൊട്ടി ഇല്ലാതാവുന്നു. റണ്ണിങ് ഓഫ് ട്രാക്ക് ആൻഡ് റീച്ചിങ് നോവെയർ എന്ന അവസ്ഥ. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് യഥാർത്ഥ രോഗമെന്ത്, രോഗനിവാരണ മാർഗമെന്ത് എന്നൊക്കെ പഠിപ്പിക്കുകയാണ് ഈ ഓർത്തോപ്പതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓർത്തോപ്പതിയിലൊക്കെ പറഞ്ഞു നൽകുന്ന സന്ദേശങ്ങൾ നമുക്കും ഹൃദയപൂർവ്വം സ്വീകരിക്കാവുന്നതാണ് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ വിഷസങ്കലനം കുറച്ച് പ്രകൃതിയുടെ മാർഗത്തിലൂടെ ചരിച്ച് പിന്നെ ശാന്തമായി ഒഴുകുന്ന ഒരു പുഴ പോലെയൊക്കെയായി മാറാൻ മനുഷ്യർക്ക് സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചിരിക്കുന്നത് നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം നമ്മൾ ശരിയെന്ന് കരുതുന്നത് മാത്രമാണ് ശരിയെന്ന് ശഠിക്കരുത്. ചിലപ്പോൾ ശരിയെന്ന് കരുതുന്നതൊക്കെ തെറ്റാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വിവിധ വഴികൾ തൊട്ടു മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എല്ലാ വഴികളെക്കുറിച്ചൊന്ന് ധ്യാനിച്ചു നോക്കുന്നത് നന്നായിരിക്കും. എന്നിട്ട് ദൈവം തന്ന ബുദ്ധി ഉപയോഗിച്ച് ഏറ്റവും ബെസ്റ്റ് ഏതെന്ന് തിരിച്ചറിയുക. അങ്ങനെ തിരിച്ചറിവിൻ്റെ യാത്ര നടത്താൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ എപ്പോഴും ദൈവത്തോടൊപ്പം നടക്കുക. ആർക്കും എല്ലാ കാലവും കൂടെ നടക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ യാത്ര എപ്പോഴും ദൈവത്തിൽ നിന്ന് തുടങ്ങണം, ദൈവത്തോടൊപ്പം ആയിരിക്കണം, ദൈവത്തിൽ എത്തിച്ചേരണം. അങ്ങനെ ഒരു യാത്ര നടത്താൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ശുഭയാത്ര ഒരിക്കൽ കൂടി നേരുന്നു.